എത്രയൊക്കെ ബോധവൽക്കരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിൽക്കാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പല പ്ലാറ്റ്ഫോമുകളിലും പല ചാനലുകളിലും ഒക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ബോഡി ഷേമിംഗ് ഇഷ്യൂസ്. അങ്ങനെ അത് പല ആൾക്കാരിലും കമൻറ്റുകൾ കൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ പല വീഡിയോകൾ കൊണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ട്രോളുകൾ കൊണ്ടാവാം. അങ്ങനെ ഇന്നും തുടർന്ന് കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബോഡി ഷേമിംഗ്. അത് ഒരിക്കലും ഇങ്ങനെ മാറത്തില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആര് വന്ന് ബോധവൽക്കരണങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് നമ്മൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമല ഷാജി എന്ന് പറയുന്ന കുട്ടി. ഏകദേശം ഒരു 4 മില്യൺ അടുത്ത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ് ഈ അമല ഷാജി എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് തന്നെ ഒരുപാട് എന്താണ് ഈ ബോഡി ഷേമിംഗ് കമന്റുകളും അതേ കൂട്ടി തന്നെ പല രീതിയിലുള്ള കമന്റുകളൊക്കെ നമ്മൾ പല സമയങ്ങളിലും കണ്ടുണ്ട്. അവരെ വീട്ടുകാരൻ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു കുട്ടി, ആ 2 പെൺകുട്ടികളുടെ അമ്മ തന്നെ മറ്റുള്ളൊരു പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഉള്ളൊരവസ്ഥ എന്താണെന്ന് ആലോചിക്കുക. ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ അമല ഷാജിയുടെ അമ്മ ബീന ഷാജിയാണ് ഒരു കമൻ്റായിട്ട് ഒരു പെൺകുട്ടിയെ ഇതേ കൂട്ടിനെ വലിയ രീതിയിൽ ബോഡി ഷേമിങ്ങിന് ഇരയാക്കിയത്. അത് നമുക്കെല്ലാവർക്കും ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിനകത്ത് അതേ കൂട്ടി തന്നെ യൂട്യൂബിനകത്തൊക്കെ എന്താ മാൻറിസവും ഒക്കെ കൊണ്ട് കോമഡികളൊക്കെ കൊണ്ട് നമ്മളെ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുക ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഈ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയെടുത്ത് ഈ അമല ഷാജി എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മ ബീന ഷാജി കൊണ്ടിട്ടിരിക്കുന്ന ഒരു കമന്റ്, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞാൽ അറപ്പും വെറുപ്പും വരുന്ന രീതിയിലുള്ളൊരു കമന്റാണ് അവരങ്ങനെ ഇട്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയത്തില്ല അവരായിട്ടിരിക്കുന്ന ഒരു കമന്റ്. നിങ്ങൾ എന്താ കൗമാതാവിന്റെ ബാക്ക് പോലുള്ള മുഖം കൊണ്ട് നമ്മൾ പറയാൻ തന്നെ നമുക്ക് അറപ്പ് പോകുന്നു. അങ്ങനെയുള്ളൊരു കമന്റാണ് ആ കുട്ടിയുടെ ആ ഒരു വീഡിയോയ്ക്ക് കൊണ്ട് അവരിട്ടിരിക്കുന്നത്. ഇവർക്ക് മനസ്സിലാക്കാം, ഞാനും 2 കുട്ടികളുടെ അമ്മയാണ്, ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ഒരിക്കലും നമ്മൾ മോന്തരാവണമെങ്കിൽ ഒരാൾക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അവരും അതേ പ്രവണത തന്നെ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമുക്കെല്ലാവർക്കും അറിയാം, പല സ്ഥലങ്ങളിലും ഈ ഒരു ബോഡി ഷേമിംഗ് ഇഷ്യൂസ് കൊണ്ടൊക്കെ പല ആൾക്കാർക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേ കൂട്ട് തന്നെ ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം ഈ ബോഡി എന്നൊക്കെ പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീര സൗന്ദര്യം, നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ് അല്ലേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആകാര വടിവും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവം തന്ന ശരീരമാണ്. ആ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പല രീതിയിലാണ്. ഓരോരുത്തർക്കും ചില ആൾക്കാർക്ക് സൗന്ദര്യം കൂടുതലുള്ള ആൾക്കാരാവാം, ചിലർ കറുത്തിട്ടാകാം. അതൊക്കെ ദൈവത്തിന്റെ ഓരോ സൃഷ്ടിയാണ്. അതിന് നമ്മൾ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കാർക്കും, ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇജാതി കമന്റുകളൊക്കെ ഇടുമ്പോൾ നിങ്ങളും ചിന്തിക്കണം, ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് 2 മക്കളാണ്, എനിക്ക് 2 പെൺകുട്ടികളാണ്, ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവരും അതേ ഒരു പ്രവണത ആ ഒരു രീതി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊന്നും ഒരിക്കലും എങ്ങും നിൽക്കത്തില്ല, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആരും ചിന്തിക്കത്തില്ല, ഒന്നും ചിന്തിക്കാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ നടന്നു വരുന്ന ഒരു കാര്യം. ആ കുട്ടി, ആ ഗ്രീഷ്മ ബോസ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ബോഡി ഷേമിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ നിറത്തെ ഒക്കെ കളിയാക്കിക്കൊണ്ട് തമാശയ്ക്ക് പോലും നമ്മൾ സംസാരിക്കരുത്. കാരണം അത് എപ്പോഴും അവരുടെ മനസ്സിലൊരു കരടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ എന്റെ ലൈഫ് ലോങ് ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം തുടങ്ങി. അപ്പൊ എനിക്കറിയാം എത്രമാത്രം ഹെർട്ടാവുന്നുള്ളത്. ഇപ്പോഴും എനിക്ക് പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കുകൾ എനിക്ക് ഓർമ്മ. എന്തൊരവസ്ഥയാണ്. ഒരു കമന്റ് ഒക്കെ വലിയ രീതിയിൽ പിൻ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇനി എന്തൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തെന്ന് പറഞ്ഞാലും ശരി, ഒരാൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. അതിനിപ്പം ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടി എടുത്ത് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ആണിത് പറയുന്നതെങ്കിൽ തന്നെ ഞാൻ തീർച്ചയായിട്ടും പറയും, നിങ്ങളെ കാണിക്കാൻ തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറില്ല. ഒരിക്കലും ഇനി ഒരു പെൺകുട്ടിയോട് നിങ്ങൾ ഈ രീതിയിലുള്ള ഒരു കമന്റുകളോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ബോഡി ഷേമിംഗ് മെസ്സേജുകളോ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് 2 മക്കളാണ്, നാളെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും വലിയ അവസ്ഥകൾ ചിലപ്പോൾ വന്നിരിക്കാം. അപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാനും ഇതേ കൂട്ടൊക്കെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടല്ലോ എന്ന്. ചെയ്തതിന് പശ്ചാത്തപിക്കുക, അല്ലാതെ ഇനി ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു കാരണവശാലും ഒരാളെയും ഇങ്ങനെ പറയാതിരിക്കുക. ഓക്കെ, മറ്റൊന്നും പറയാനില്ല. സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ്.